ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവൻ ബീലി വ്ളോഗ്സ്. അപ്പോൾ ഗൈസ് കുറച്ച് നാൾ വീഡിയോ ഇടാൻ പറ്റിയില്ല, ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ ഇടാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിൽക്ക് പേടയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അമ്മ നമുക്ക് എന്തെങ്കിലും മിൽക്ക് പേടയുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനാദ്യമായിട്ട് മിൽക്ക് ഓക്കെ, പിന്നെ പഞ്ചസാര, ഓക്കെ, ഷുഗർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ നാരങ്ങാനീര് എടുത്തിട്ടുണ്ട്. അതിനകത്തിലേക്ക് 1/2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ നെയ്യ് വേണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമുക്ക് എന്തായാലും അത് മേക്ക് ചെയ്യാം. ആദ്യം സിമ്മിലാക്കി വെച്ചിട്ട് പാത്രം വയ്ക്കുക. ചൂട് കെട്ടിയുള്ളൊരു പാത്രം വെച്ച് ഓക്കെ, അതിലേക്ക് ബട്ടർ ഇടുവാണ്. ഓക്കെ, ബട്ടർ അല്ല, നെയ്യ്. സോറി, നെയ്യ് കുറച്ച് മതി. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് എല്ലായിടവും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇത് പാല് നമ്മൾ ഒഴിക്കുമ്പോഴേ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ പാൽ ഒഴിക്കുവാണ്. അല്ലേ, ഇതിന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇത് കുറച്ച് സമയം എടുക്കും, നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. അപ്പോൾ ഗൈസ് എന്തായാലും ഇത് കുറുകി വരട്ടെ. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. അമ്മ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തുവാ അമ്മേ? ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ നാരങ്ങ നീര് ഒരു 2-3 സ്റ്റെപ്പായിട്ട് ചേർത്ത് കൊടുക്കാം. ഗൈസ്, പിന്നെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ പീലി അപ്പുറത്തിരുന്ന വീഡിയോ കാണുക കേട്ടോ, അതിൻ്റെ ആണേ. ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു 3 വട്ടമായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, ഇനി എന്തായാലും കുറുകി വന്നിട്ട് കാണാവേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തുവാ അമ്മേ? ഇപ്പൊ പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരിഞ്ഞു വരുമ്പോഴത്തേക്ക് അടുത്ത ട്രിപ്പ് ചേർത്ത് കൊടുക്കാം. അമ്മ പിന്നെ ഇതിനകത്ത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും എല്ലാം ചേർക്കുന്നുണ്ടോ? അത് നാരങ്ങ നീര് കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് നമ്മൾ ഒഴിച്ചില്ലേ, അതെന്തിനങ്ങനെ ചേർക്കുന്നേ? അങ്ങനെ ചേർക്കുമ്പോൾ സാധാരണ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും മിൽക്ക് പേട. അങ്ങനെയാണല്ലേ. ഇങ്ങനെ പഞ്ചസാര നമ്മൾ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുകി വരണം. ഇനി ഇത് ഫുൾ അലിഞ്ഞ് കുറുകി വന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി 1 സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവിടെ പീലി അപ്പുറത്ത് ബാക്കിൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടാക്കേ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് നമുക്ക് നെയ്യ് തടവേ വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, മാറ്റിയിട്ട് ചൂടാറിയ ശേഷം നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. അപ്പൊ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം പ്ലേറ്റിനകത്തിൽ ഞാൻ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് അതിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഈ അപ്പുറത്ത് മയിലുണ്ട് കേട്ടോ, അതാണ് സൗണ്ട് കേൾക്കുന്നത്. ഇതിനി ഒന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും തണുത്ത് കഴിഞ്ഞിട്ട് കാണും ഗൈസ്.
അപ്പോൾ തണുത്ത് നമ്മൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടേ. അപ്പൊ നമ്മൾക്ക് ഇതെന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അപ്പൊ ഗൈസ് നമുക്ക് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അപ്പോൾ ഗൈസ് സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലിട്ട് കാണാം. ടാറ്റാ ബൈ.